പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള ജനരോക്ഷവും ട്രോളുകളും ഉയരുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷവും ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളും ഇത്തവണത്തെ ബഡ്ജറ്റിൽ പാടെ തഴയപ്പെട്ട് എന്നാണ് പ്രധാന അധിക്ഷേപം. ദുരന്തബാധിതർക്കായുള്ള വയനാട് ടൗൺഷിപ്പ് പ്രഖ്യാപനം മുതൽ സാധാരണക്കാരുടെ ക്ഷേമ പെൻഷൻ വരെയുള്ള കാര്യങ്ങൾ ബഡ്ജറ്റ് പൂർണ്ണമായും മൗനം പാലിച്ചപ്പോൾ കോർപ്പറേറ്റുകൾക്കും സ്വകാര്യ മേഖലകൾക്കും വഴിവിട്ട സഹായങ്ങൾ നൽകുന്നതാണ് പുതിയ നീക്കമെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അദാനി ബഡ്ജറ്റ്, ജനദ്രോഹ ബഡ്ജറ്റ് തുടങ്ങിയ ഹാഷ്ടാഗുകളോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ ബഡ്ജറ്റിനെതിരെ ക്യാമ്പയിനുകൾ ശക്തമാക്കുന്നത്. പ്രതിപക്ഷവും പൊതുജനങ്ങളും ഒരുപോലെ ഉയർത്തുന്ന പ്രധാന വിമർശനം വലിയ ജനപ്രിയ പ്രഖ്യാപനങ്ങളുടെ അവഗണനയെക്കുറിച്ചാണ്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി മുൻപ് വലിയ രീതിയിൽ കൊണ്ടാടിയ വയനാട് ടൗൺഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ബഡ്ജറ്റിൽ യാതൊരുവിധ പരാമർശവുമില്ലാത്തത് വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇതിനു പുറമെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് പ്രതിമാസം ആശ്വാസമാകേണ്ട ക്ഷേമ പെൻഷനുകളെക്കുറിച്ചോ സാധാരണക്കാരുടെ ഭവന സ്വപ്നമായ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചോ ബഡ്ജറ്റിൽ കൃത്യമായ ഫണ്ട് വകയിരുത്തലുകൾ നടന്നിട്ടില്ല. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്ന പ്രത്യേക പദ്ധതികളും ഇത്തവണ പൂർണ്ണമായും തഴയപ്പെട്ട അവസ്ഥയിലാണ്. തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രധാന വാഗ്ദാനമായിരുന്ന ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി ഇൻഷുറൻസ് പദ്ധതിയെയും സർക്കാർ വെറും പ്രഖ്യാപനത്തിൽ ഒതുക്കുകയാണെന്ന് ഉയരുന്ന മറ്റൊരു ആക്ഷേപം. ഓരോ കുടുംബത്തിനും 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകിയ ഈ വൻകിട പദ്ധതിക്കായി ബഡ്ജറ്റിൽ ആകെ മാറ്റിവെച്ചത് വെറും 10 കോടി രൂപ മാത്രമാണ്. സമാനമായ രീതിയിൽ അധികാരത്തിലെത്തിയാൽ ഉടൻ ആശാ വർക്കർമാരുടെ ഓണറ്റേറിയം 21,000 രൂപയാക്കി ഉയർത്തുമെന്ന് ഉറപ്പു നൽകിയിരുന്നെങ്കിലും ഇത്തവണ അവർക്ക് ഒരൊറ്റ രൂപ വർധന പോലും ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടില്ല. കോളേജ് വിദ്യാർത്ഥിനികൾക്കായി പ്രഖ്യാപിച്ചിരുന്ന 1000 രൂപയുടെ പ്രതിമാസ ധനസഹായവും യുവാക്കൾക്കായുള്ള പലിശരഹിത വായ്പകളും ഇത്തവണ മുടങ്ങിയ പദ്ധതികളുടെ പട്ടികയിലാണ് ഇടം പിടിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ കൈവിട്ട ബഡ്ജറ്റ് സ്വകാര്യ കോർപ്പറേറ്റ് മേഖലകൾക്ക് ചുവപ്പ് പരവതാനിയാണ് വിരിച്ചിരിക്കുന്നത് എന്നാണ് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നത്. കേരളത്തിന്റെ കടൽ തീരങ്ങളും ഉൾനാടൻ ജലാശയങ്ങളും ബ്ലൂ ഇക്കോണമിയുടെ പേരിൽ സ്വകാര്യ ലോബികൾക്കും അദാനി ഗ്രൂപ്പിനും തുറന്നു കൊടുക്കാനുള്ള നീക്കങ്ങൾ ബഡ്ജറ്റിലുണ്ടെന്ന ഗൗരവമേറിയ ആരോപണമാണ് ഉയരുന്നത്. ആകാശത്തും ഭൂമിയിലും കച്ചവടമുറപ്പിക്കുന്ന രീതിയിൽ സ്വകാര്യ സാറ്റലൈറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾക്കുള്ള അനുമതിയും ഉന്നത വിദ്യാഭ്യാസ മേഖല കൂടുതൽ സ്വകാര്യവൽക്കരിക്കുന്ന രീതിയിൽ കൂടുതൽ സ്വകാര്യ സർവകലാശാല ബില്ലുകൾക്ക് ഇളവുകൾ നൽകുന്നതും ഇതിന്റെ ഭാഗമാണ്.